ലച്ചു ആദ്യമായിട്ട് കടൽ കാണാൻ പോയ ഒരു കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. ലച്ചുവിനെ പതുക്കെ വെള്ളത്തിൽ ഇറക്കി. ലച്ചു കൂളാണ്, ഹാപ്പിയാണ്, അവളെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവള് ഹാപ്പി അല്ലെങ്കിൽ അവളെ ഹാപ്പി ആക്കാനായിട്ട് അവളെ ചേച്ചി കൂടെ ഉണ്ട്. ചേച്ചി എങ്ങനെയെങ്കിലും അവളെ അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പതുക്കെ കളിയൊക്കെ തുടങ്ങി. ലച്ചു കൂളാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ ലച്ചുവിനെ കുറച്ചും കൂടി ഒന്ന് അങ്ങോട്ട് കടലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇത്തിരി ഒന്ന് മുക്കാൻ വേണ്ടിയാണ് ഒന്ന് കടലിലെ വെള്ളമായിട്ടൊന്ന്, നല്ലതാണല്ലോ, ചൂടൊക്കെ ആയിരുന്നു. അപ്പോൾ കടൽ വെള്ളത്തിലൊന്ന് അവളുടെ ബോഡിയൊക്കെ ഒന്ന് വാഷ് ഔട്ട് ആവട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ ലച്ചു ഭയങ്കര കൂളായിരുന്നു, അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പേടിയൊന്നും കാണിച്ചില്ല അവള്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ചധികം നേരം ഞങ്ങൾ കടലിൽ സ്പെൻഡ് ചെയ്തു ലച്ചുവായിട്ട്. എന്തായാലും ലച്ചുവിൻ്റെ കടൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഒരു കുഴപ്പമില്ല, അവൾ ഭയങ്കര കൂളായിട്ട് ചില്ല് ചെയ്തു കടല്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലച്ചുവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊടുത്തു. ലച്ചു അത്യാവശ്യം ടയേർഡായി എന്ന് തോന്നി കേട്ടോ. ചെറിയൊരു ചൂടും വെയിലൊക്കെ ഉണ്ട്. എന്നാലും സൺസെറ്റും ആയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം കടലിൽ എൻജോയ് ചെയ്യുവാണ് കേട്ടോ. നമ്മൾ എറണാകുളത്തുള്ളവർക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വെറും 10 കിലോമീറ്ററേ ഉള്ളൂ ബീച്ചിലേക്ക്. അപ്പോൾ CM ഈ പറഞ്ഞ പോലെ ചെറുപ്പം തുടങ്ങിയ ബീച്ചായിട്ട് ഭയങ്കര കളിയും, അവർക്ക് ബീച്ചിനൊട്ടും പേടിയില്ല. നമുക്ക് ഇവിടുന്ന് 10 കിലോമീറ്ററാണ് ബീച്ച് എന്നുണ്ടെങ്കിൽ അതർ സൈഡ് നമ്മളൊരു 100 കിലോമീറ്റർ എറണാകുളത്ത് നിന്ന് പോയാലും മൂന്നാറാണ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് അടിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കടലിൻ്റെ ഒരു കാഴ്ചകൾ. നമ്മളിപ്പോൾ ഉള്ളത് വൈപ്പിനിലെ പുതുവൈപ്പ് ബീച്ചിലാണ് കേട്ടോ ഇപ്പം നമ്മളുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി ലച്ചുവിനെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തു. അപ്പോൾ ലച്ചുവിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കടൽ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ലച്ചുവിനും കടൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.